സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ 5 രൂപ ബജിക്കടയിൽ നിന്നും പിടിച്ച എണ്ണയാണ്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയെന്നൊന്നും പറയാൻ പറ്റുകയില്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും വില കുറഞ്ഞ എണ്ണ കൊണ്ടാണ് ഇവർ ഈ കടികളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഫുട്പാത്തിലൊക്കെ നമ്മൾ ഈ തമിഴന്മാരുടെ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന 5 രൂപ കടി ഉണ്ടാക്കുന്നിടത്ത് ഇന്നലെ നടന്ന പരിശോധനയിൽ പിടികൂടിയ എണ്ണയാണിത്. ഇതിന്റെ കളർ തന്നെ നിങ്ങൾ നോക്കിയാൽ എന്ത് ബ്ലാക്ക് കളറാണ്. ഇത്രയും മാരകമായ ഈ ഒരു എണ്ണയിൽ നിന്നാണ് ഈ ചെറുകടികളൊക്കെ ഉണ്ടാക്കി നമ്മൾ മേടിച്ച് കഴിക്കുന്നത്. ക്യാൻസർ എന്ന മാരക രോഗത്തിന് ഏറ്റവും വലിയൊരു കാരണമാണിത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വഴിയോര കടകളിൽ നിന്നും എണ്ണ കടികൾ വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപകടമാണിത്. പലപ്പോഴും വില കുറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ, 5 രൂപയ്ക്ക് ഒരു കടി എന്നൊക്കെ പറഞ്ഞ് വഴികളിൽ വെച്ചിട്ടുണ്ട്. 4 രൂപയ്ക്കുണ്ട്, അങ്ങറ്റം 10 രൂപയ്ക്കുണ്ട്. എത്ര രൂപയ്ക്ക് വടകൾ കടികൾ വിറ്റിരുന്നാൽ പോലും ഇവ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് അപകടം ഉണ്ടാകുന്ന അറിയാവോ? അതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വില കുറഞ്ഞ എണ്ണ ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളിച്ചെണ്ണയോ പാമോയിലോ ആയിക്കോട്ടെ, ഏത് ഉപയോഗിച്ചിരുന്നാലും റീഹീറ്റിംഗ് ആണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ അപകടം. ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നമുക്ക് അവർ ഉപയോഗിച്ചിരുന്ന എണ്ണ അവരെടുത്ത് കാണിച്ചത് ഗ്രീസ് പോലെ കറുത്താണ് ഇരിക്കുന്നത്. കാരണം തുടർച്ചയായി ചൂടാക്കി ഈ എണ്ണയ്ക്കകത്ത് ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളാണ് ഇത്രയും ഈ എണ്ണയെ കറുപ്പിക്കുന്നത്. ഇതുണ്ടാക്കുന്ന അപകടങ്ങൾ എന്തെല്ലാമെന്ന് അറിയാമോ? പ്രധാനമായിട്ടും തുടർച്ചയായിട്ട് എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഇതിനകത്ത് ട്രാൻസ് ഫാറ്റ് ഉണ്ടാവും. ഈ ട്രാൻസ് ഫാറ്റ് പ്രധാനമായിട്ടും നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടാക്കും. നമ്മുടെ കരളിനകത്ത് ഫാറ്റി ലിവർ രോഗം, കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന് കാരണമാകും. അപകടകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നതിന് കാരണമാകും. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് ഈ ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കലുകൾ ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഈ ഇൻഫ്ലമേഷൻ നമുക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, ഒരുപക്ഷെ നമുക്ക് ഈ നോർമലി എണ്ണ ഉണ്ടാക്കുന്ന പ്രോബ്ലം പോലും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ബോഡി പെയിൻ ആയിരിക്കാം, ഇടവിട്ട് വരുന്ന രോഗപ്രതിരോധ ശേഷി കുറവ്, ഇൻഫെക്ഷൻസ് ആയിരിക്കും. ഇങ്ങനെ പലവിധ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇതിനെല്ലാം ഉപരിയാണ് ഇത്തരത്തിൽ എണ്ണയിൽ വറുത്ത കടികൾ കഴിക്കുമുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, ഏമ്പക്കം. പലപ്പോഴും നിങ്ങൾക്ക് ആസിഡിറ്റി അല്ലെങ്കിൽ ദഹനക്കേട് വിട്ടുമാറുന്നില്ല. ഡോക്ടർമാരെ പോയി കണ്ടു, മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഇത്തരത്തിൽ ഇടയ്ക്ക് കഴിക്കുന്ന ചായയോടൊപ്പമുള്ള കടിയെ സംശയിക്കുമോ? ഇല്ല. ഇത്തരം അപകടങ്ങൾ പ്രധാനമായിട്ട് അത് കൊച്ചുകുട്ടികൾക്ക് വരെ അസിഡിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള എണ്ണകൾ നമ്മുടെ കുടലിനകത്ത് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ്. കുടലിനകത്ത് ഇടവിട്ട് നിങ്ങൾക്ക് ഗ്യാസ് ശല്യം, കീഴ്വായു ശല്യം ഉണ്ടാകുന്നത് മുതൽ കുടലിനകത്ത് വരുന്ന പോളിപ്പ് ഫോർമേഷൻ, കുടൽ ക്യാൻസറിന് വരെ ഇവ കാരണമാകുന്നുണ്ട്. 4 മണിക്കോ 11 മണിക്കോ നിങ്ങൾക്ക് ചായയോടൊപ്പം നിങ്ങൾ ഈ കടികൾ കഴിക്കണമെന്ന് എന്തിന് ഇത്ര നിർബന്ധം പിടിക്കുന്നു? നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് വിശപ്പിന് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ നട്ട്സ് കഴിക്കാൻ നോക്കുക. ഒന്നുമില്ലെങ്കിൽ കപ്പലണ്ടി, നിലക്കടല വാങ്ങിച്ച് കഴിക്കാനായിട്ട് നോക്കുക, പഴം കഴിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സിമ്പിൾ ആയിട്ട് കിട്ടുന്ന നാച്ചുറൽ